ഹലോ മെറു. അല്ല മെർലിൻ പറ, എന്താ വിളിച്ചേ? ഹൈദരാബാദിൽ പോയാ? എന്തിന്? മീൻ മേടിച്ച് വീഴാൻ പോയതാ? എന്തായാലും പോയിട്ട് സന്തോഷം. അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെ ഡാഡിയെ സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ, ഹൈദരാബാദ് വരെ പോയതല്ലേ, കുഴപ്പമൊന്നുമില്ലാതെ പോയിട്ട് വരട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ താഴെ ഫുള്ള് ഫ്രീ ആയിരിക്കൂലേ? അതോ? അല്ല അത് ഒന്നുമില്ല, ഞാനേ ഇവിടെ ഒരു 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 വഴിപോക്കൻ. ഞാൻ വീട്ടിനകത്തിരിക്കണ എന്ത്? വീട്ടിനകത്തൂടെ വഴിപോക്കരൊക്കെ പോവും ചിലര്. താൻ അത് കാര്യം വെക്കണ്ട, താൻ പറ. ഓ അല്ല, താൻ ഫ്രീ ആയിരിക്കും എന്നുള്ള കാര്യം പറയാം. ഇന്ന് കസിനാ? ഓ അല്ല, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റൂലേ? അത്രയ്ക്ക് ബിസി ആയിരിക്കും? ഓ അല്ല, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എനിക്ക് കാണാന്നൊക്കെ ഉണ്ട്, പക്ഷെ തന്നെ ബിസി ആയത് ഇനിയിപ്പം ഞാൻ വിളിക്കാവേ. അമ്മ ഇപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയതല്ലേ, പിന്നെ എന്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വന്നേ? നീ കൊള്ളാടാ കേശു. ഞാന് വഴിപോക്കനാ. നമ്മുടെ നാട്ടിൽ ചിലവരുണ്ട്, നമ്മൾ അടുത്ത് കാണുമ്പം സ്നേഹത്തോടെ അമ്മാന്ന് വിളിക്കും, പക്ഷെ ദൂരോട്ട് പോയി കഴിഞ്ഞ അപ്പൊ പരട്ട കിളവിന്ന് വിളിക്കും. എന്നോണ് നീ. ഞാൻ എന്നൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞിപ്പം ഗ്രാമാറ്റിക്കലി ശരിയല്ല. അതാണോ? ഞാൻ വഴി പോക്കെന്നല്ലേ പറഞ്ഞേ? അമ്മായി വഴി പോക്കിയല്ലേ? എടാ സത്യം പറ, നീ മെർലിനായിട്ട് വീണ്ടും സെറ്റായ? മെർലിനുമായിട്ട് വീണ്ടും സെറ്റായ? മെർലിനായിട്ട് വീണ്ടും സെറ്റായി? സെറ്റായോ? എടാ കള്ള, എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇവിടെ ഞാൻ പോലും അറിഞ്ഞില്ല. ഒരു സംഭവം വേറൊന്നുമല്ല, ഇപ്പം മെർലിന്റെ ഡാഡി എങ്ങാണ്ട് ഇവിടെ ഹൈദരാബാദിൽ എങ്ങാണ്ട് പോയി എന്തോ ആവശ്യത്തിന്. അപ്പൊ അത് വിളിച്ച് പറയാൻ വേണ്ടി എന്നെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തു. ചുമ്മാ വേല ഇറക്കല്ലേ. സത്യം പറടാ. സത്യം പറയടാ, എന്താ സംഭവം? എന്തോ സംഭവം? നീ എങ്ങനെ അവളെ സെറ്റാക്കി? ഞാൻ പറയാമായി. ആദ്യം ഇവൻ പോയിട്ട് കുറച്ച് ജാടയിട്ട് കാണും, അത് വർക്കൗട്ട് ആയി കാണൂല. രണ്ടാമത് കലിപ്പിട്ട് കാണും, അതും വർക്കൗട്ട് ആയി കാണൂല. പിന്നെ അവസാനത്തെ അടവുണ്ടല്ലോ, കരുനി കയ്യും കാലൊക്കെ പിടിച്ച് മൂക്കൊക്കെ ഒലിപ്പിച്ച് പുറകെ പോകുന്ന പരിപാടി, അതിൽ ചിലപ്പോ വർക്കൗട്ട് ആയി കാണും. അല്ലടാ? അവള് വിളിച്ച അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്. പിന്നെ നിങ്ങൾക്ക് ഈ കേശുവിനെ അറിഞ്ഞുകൂടാ, അതിന്റെ പ്രശ്നമാണ്. കേശുവിനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുക്കാൻ പറ്റും. ഇവിടെ എന്താ ഇവിടെ പ്രശ്നം? അമ്മൂമ്മേനെ അന്ന് കൂടത്ര കാര്യത്തൊക്കെ വിളിച്ചില്ലേ വിൽസൺ തോമസ്? പുള്ളിനെ ഞാൻ പുള്ളിയുടെ മോളെ ഇവന് വെറുക്കാൻ പറ്റൂലെന്നാണ് പറയണത്. വെറുക്കണ്ടടാ, ഇവന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെയല്ലയോ? ശത്രുക്കളാണെങ്കിലും ചിരിച്ചോണ്ട് വന്ന ഓടിച്ചെന്നും കെട്ടിപ്പിടിക്കും. അല്ല, നിനക്ക് ഈ വിനു തോമസുമായിട്ട് എന്തോ ബന്ധം? അമ്മൂമ്മ ഇതുവരായിട്ടും പേര് പിടിച്ചില്ലേ അമ്മൂമ്മ? വിൻസെന്റ് തോമസ്. ഏത് തോമസ് ആയാലും നിനക്കെന്തോ ബന്ധം? അതെ, എന്താണ് ബന്ധം നമുക്കറിയണം. നിനക്ക് എന്താണ് ആ വിൻസെന്റ് ഗോമസും മെർലിനുമായിട്ട് ബന്ധം? സത്യം പറയടാ. എനിക്കെന്ത് ബന്ധം? എനിക്ക് നിങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ബന്ധമേ ഉള്ളൂ എപ്പോഴും. അമ്മൂമ്മേ, എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച്, അമ്മൂമ്മക്ക് ഇഷ്ടമല്ലാത്ത ഈ ബന്ധത്തിന് ഞാൻ ഒരിക്കലും കൂട്ടുകൂല. ഞാനും. അല്ല, ഇവനും ആ കൊച്ചുമായിട്ട് എന്ത് ബന്ധമാ? നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാവല്ലോ. ഞങ്ങൾക്കറിയാം. ഗൗരി അമ്മേ, ഇവനും ആ വിൻസെന്റ് ഗോമസും ആ മെർലിനുമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ലച്ചു പറ. പറയട്ടാ? പറ ലച്ചു, നീ ആരെ പേടിക്കണേ? പറയട്ടെ. എന്തുവാടി? ഇവനും ആ മെർലിനും തമ്മിലുണ്ടല്ലോ, തമ്മില് സുഹൃത്ത് ബന്ധം. അത് വേണ്ടെന്നാണ് ഞങ്ങൾ ഈ പറയണത്. അല്ലെങ്കിൽ തന്നെ ആ കൊച്ചായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം. നിനക്ക് എന്ത് ഇത്ര നിർബന്ധം? വേറെ എന്തോരം ഫ്രണ്ട്സ് ഉണ്ടോ നിനക്ക്? യേശു, നീ നിർത്തിക്കോ, അല്ലെങ്കിൽ ഇനി ആ വിൻസെന്റ് ഗോമസ് ഈ വീട്ടിൽ കയറി വന്ന അമ്മയും ഞങ്ങളെ ഇവനെ എല്ലാം പറയും. അവനൊന്ന് വന്നു നോക്കട്ടെ, അന്നേരം അറിയാം. കേശു, ചുമ്മാ ആവശ്യമില്ലാത്ത ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കല്ലേ, പറഞ്ഞു കേട്ടോ? ഇതോടെ ഇതൊക്കെ നിർത്തിക്കണം കേട്ടോ. പരിപാടിയാണെങ്കിലോ ഞാൻ നോക്കി രണ്ടിനെ അടങ്ങി ഇരി കേട്ടാ.
ഇവിടെ മല കയറി പറഞ്ഞു സംഭവം എന്തുവാ? പഠിക്കാണോ പോയാ ചേട്ടാ എന്തോ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്തിരീ കളിക്ക? അയ്യോ എന്ത് പ്രശ്നമുണ്ട്? പാമ്പിനെ എടുക്കാനാ? പാമ്പാ? എന്ത് നെഞ്ചത്ത്? ഓ മറ്റേ അന്ന് മേടിച്ചെന്ന ലൈറ്റ് എത്തണ നീ കണ്ടായിരുന്നത്? ആ വിളി വരൂല എന്റെ അമ്മ വരൂല വരൂല. നിനക്ക് മാത്രം പിള്ളേരെ ചെയ്താണ്ടല്ലോ ലൈറ്റ് എത്തണ ഉടുപ്പ്. എനിക്കിതാ ഞാൻ പോയാ ആ താൻ പറഞ്ഞായിരുന്നു കസം വരുന്ന കാര്യം എന്തൊരു പിള്ളേര് കളിക്കുന്നു. ആ ഓ താപ്പ ഇന്ന് ഫുള്ള് ബിസി ആയിരിക്കുമല്ലോ അല്ലേ? ഇങ്ങോട്ടാ? ഇനിയിപ്പോ എന്താ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. നമുക്കല്ല പിന്നെ വേറെ എന്തൊരു പണി. ഓ ആ ഇപ്പൊ വരുമോ? ആ ഞാൻ ഇപ്പൊ പുറത്തു ഇരിപ്പുണ്ട്. വാ. ആ ശരിടോ ശരി ശരി ശരി. ആടി മെർലിൻ ഇങ്ങോട്ട് വരണം. രണ്ടെണ്ണം ഒരേപോലെ അയ്യോന്ന് വിളിക്കണേ. ഞങ്ങൾ തമ്മിലുള്ള വാക്കൊക്കെ തീർന്നു. അതിലാണ് പേടി. എന്ത് പേടി? നിങ്ങൾ തമ്മിൽ വഴക്ക് മാറും, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ വഴക്കാവും. നാക്കടുത്ത് വളയ്ക്കാൻ മിണ്ടായി വേണേ. പിന്നെ അങ്ങനൊന്നും വഴക്കാവൂല. വരട്ടെ എല്ലാരും വരട്ടെ. എന്നിട്ട് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കും ഇതിന് എന്തത്? രാവിലെ ഉണക്കം എണീക്കും, ഫുള്ള് കളിയോടെ കളി, രാത്രി ഉറങ്ങും. കളി 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 കളി. രാവിലെ എണീറ്റാ ഉറങ്ങണം വരെ കളി മാത്രം ഉള്ളടി നിനക്ക്. കേശുമാമന ചിരി വരുന്നു. രക്ഷപരന്ന് പോയിട്ട് വരാം. ഞാനും വരുന്ന ഞാനൊന്നും കൂടെ വരണ്ട, നല്ല വെയിലാ. കുഞ്ഞാ അവിടെ വരെ നടക്കണ്ട വരും. ഞാൻ നടക്കാം. ആ ബെസ്റ്റ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, കുറച്ചു ദൂരം കഴിയുമ്പം പറയും അമ്മായിയേട് അമ്മേടെന്നൊക്കെ. കുഴപ്പമില്ല, കൊണ്ടുപോടേ. കൊച്ചു കൊച്ചിന്റെ ആഗ്രഹമല്ലേ. പോടാ അവിടെ നിന്ന് പറയേ. കല്ലിനെ നോക്കിക്കോളേ. ആഹാ നല്ല ബെസ്റ്റ് ആളോടാ പറഞ്ഞേ. അവളെ വേണമെങ്കിൽ എവിടെ പോകും. ഞാനും വരുന്നു. ആ ബെസ്റ്റ്. എന്നാ പിന്നെ കേശു ചേട്ടനെയും അമ്മൂമ്മേനെയും എല്ലാരെയും കൂടെ ഞാൻ കൊണ്ടുപോവാ. യേശുവേട്ടൻ എങ്ങോട്ടും ഇറങ്ങൂല. എങ്ങോട്ടും ഇറങ്ങൂല? എന്താ കാരണം മെർലിൻ ചേച്ചി വരുന്നുണ്ട്. ഓ ആണോടാ? അവളുടെ കസിൻ എന്തോ വന്നെന്ന്. അപ്പൊ കസിനും അവളോട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. കസിൻ എന്ന് പറയുമ്പോ അല്ല പയ്യനെ ആയിരിക്കോ? പാറു പറഞ്ഞല്ലേ, അവളെ അങ്കിളിന്റെ മോനായിട്ട് വല്ലതും ആയിരിക്കും വരണത്. ഫ്യൂച്ചറിൽ അവനെ ആയിരിക്കും അവള് കല്യാണം കഴിക്കാൻ പോണം. അശ്വശോ, അപ്പൊ നമ്മുടെ കേശുവാ? കേശുവായിട്ട് കുറച്ചാള് ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നടന്ന് നൈസിന് സോപ്പിട്ട് ചുറ്റിക്കറങ്ങാനായിട്ടുള്ളൊരു കമ്പനി ആയിരിക്കും. പാവം കേശു കുറച്ചു ദിവസം കഴിയുമ്പോ അവനെ തൂക്കി അങ്ങ് എറിയും. കേശു തേഞ്ഞു കേട്ടാ, പാവം. യേശുവിന്റെ മുഖം മാറി. എന്റെ എന്ത് മുഖം മാറിയെന്ന്? പിന്നെ ആരോടെങ്കിലും വരട്ടെ, എനിക്കെന്ത്? വരട്ട് പോട്ട്. കല്ലുപോലിരിക്കൂടെ, കല്ലാണ്. കല്ല് കേശ കല്ലാണ്. ആ കല്ല് കിടന്ന് കരയുന്ന ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടേ. പോയേച്ചി ഇതിന് എന്നെ ട്രോളാൻ വേണ്ടി നിർത്തിക്കണം. ഞാൻ അറിയത്തോണ്ട് ചോദിക്കണം. നീയൊക്കെ കുഞ്ഞായിരിക്കുമ്പോ എന്നെ എന്തോരം ട്രോൾ ചെയ്തിട്ടുണ്ടടാ. അത് വേറെ പകരം വീട്ടു ഞാൻ പറഞ്ഞതല്ലേ. കൂടെ പെങ്കൊച്ചാണല്ലോടെ. ഇതാണോ ആ കസിൻ? അലീന ഫ്രാൻസിസോ?
ഹായ് പറക്കുട്ടി. ഹായ് അല്ലു. ഹായ്. അലീന ഫ്രാൻസിസ്. യെസ്. എടാ അലീന ഫ്രാൻസിസ്. ഓ മനസ്സിലായി. ആഹാ, നിങ്ങൾ തമ്മിൽ ഓൾറെഡി അറിയോ? പിന്നെ കേശുവിന്റെ പഴയ ഫ്രണ്ടായിരുന്നു. ഞങ്ങള് പണ്ട് വെന്നല താമസിച്ചില്ലേ, ആ സമയത്ത് കൂടെ സ്കൂളിൽ പഠിച്ച. ഓഹോ, ഞാനിവിടെ കൊറേ വട്ടം വന്നിട്ടുണ്ട് അല്ലേ? കുഞ്ഞിലെ ഉണ്ട്. അല്ല, ഫ്രണ്ട് വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞില്ലല്ലോ. അതിന് എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുണ്ടെന്ന്. മെർലിൻ എന്നോടും പറഞ്ഞില്ല അലീനെ കൊണ്ടാണ് പറഞ്ഞതെന്ന്. എനിക്കറിയില്ലല്ലോ. കുറെ നേരമായില്ലേ മാന്തിക്കൊണ്ടിരിക്കുന്ന എന്ത്? ആരാ? എനിക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല. ആ ഇത് അലീന. ഇത് വലിയ കഥയാ, പറഞ്ഞു തരാൻ കേട്ടാ അല്ലേ കേശു? ആ അപ്പം ഇപ്പൊ വന്നതില് സന്തോഷം. ബൈ. ഇതൊന്ന് ആ ആ അല്ല വന്നതില് സന്തോഷം. ബാ അകത്തോട്ട് കയറിയിരിക്കാം. അപ്പൊ അലീന വാ. അല്ല മെർലിൻ ആദ്യം ബാ. ചേച്ചി പോവല്ലേ? ചേച്ചി എങ്ങും പോകുന്നില്ലല്ലോ. വാ അകത്തേക്ക് ഇരിക്കാം. മെർലിൻ നടാ. അല്ല അലീന നടാ. രണ്ടുപേരും ഒരുമിച്ച് നടാ. നോക്ക് വാ. കേശു ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. വാടാ എടാ വാടാ. നിനക്കെന്ത് നാണോ? എന്ത് നാണക്കണേ? എനിക്കെന്തിനാ നാണം? അയ്യോ ആരെ നോക്കുന്ന? അലീനന്റെ വീടൊക്കെ എങ്ങനെ നോക്കുന്നേ? ഓ പഴയ ഓർമ്മകളൊക്കെ ആയി വർക്കുമായിരിക്കും അല്ലേ? കേശുവും ആയി വർക്കുമായിരിക്കും. കേശു മിക്കവാറും അരി പിറക്കും. അല്ലല്ല അയവിറക്കും മെമ്മറീസ്. മെർലിനും അലീനയ്ക്ക് കുടിക്കാൻ എന്ത് വേണം? ചായ, കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്, കോഫി? ചായ വേണോ? കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലും? ജ്യൂസ് എവിടെ? എവിടെ ജ്യൂസ് എവിടെ? ജ്യൂസ് ഇവിടെ ഇല്ല, ഞാൻ ഓർഡർ ചെയ്യാം. ഓർഡർ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഫുഡും കഴിച്ച് ചായയും കുടിച്ചിട്ടാ വന്നേ. എന്നാലും എന്റെ അലീന ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എന്തൊരു മാറ്റമാണിത്. എന്നെ കണ്ട ഒരു മാറ്റവും ഇല്ല. നന്നാവത്തുമില്ല. ഒച്ചേ ആ അല്ല, നീ ഇവിടെ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ടോ? പറ, ഇഷ്ടം പോലെ തവണ വന്നിട്ടുണ്ടോന്ന് പറയാൻ ഇത്ര മടി? കൊറേ തവണ വന്നിട്ടുണ്ട്. മെർലിൻ കുഞ്ഞില്ലേ ഉണ്ട്. എന്തടാ നീ അലീൻ്റെ അടുത്തൊന്നും മിണ്ടാതിരിക്കണ? ഫ്രണ്ടിനെ കണ്ട എന്റെ എക്സൈറ്റ്മെന്റാ? എന്തേലൊക്കെ ഒന്ന് മിണ്ടടാ. അലീന എപ്പോ വന്ന്? അയ്യോ അച്ഛനും അമ്മയൊക്കെ ജീവനുണ്ടോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. അച്ഛനും അമ്മയും ഓക്കെ അല്ലേ? സുഖമായിട്ടിരിക്കല്ലേ? ആ അവരെല്ലാം സുഖം. അലീന ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കേശോട്ടാ? തന്നെ. മെർലിൻ ചേച്ചിനെക്കാളും ഭംഗിയുണ്ടോ പാറു? അങ്ങനല്ല, രണ്ടുപേർക്കും ഭംഗിയുണ്ട് അല്ലേ കേശോട്ടാ? എന്റെ ആയിട്ട് പെണ്ണ എനിക്ക് ചുമ്മാ. അലീന ഇവിടുന്ന് വീടൊക്കെ മാറിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു ഇനി കാണാനൊന്നും പറ്റൂലായിരിക്കും. അല്ല, വി ഷിഫ്റ്റഡ് ടു ബാംഗ്ലൂർ റൈറ്റ്? യു നോ ദാറ്റ്? അമ്മ എന്തിപ്പോ പറഞ്ഞു? അവര് ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയെന്ന്. അതൊക്കെ അറിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളിൽ ഫോൺ ഉണ്ടായില്ല, അപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു അവൻ കോണ്ടാക്ട് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ട്. കേശു കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ യാതൊരു വഴിയില്ല. അവൻ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ കണക്ട് ആയി കാണൂല അല്ലേ കേശു? ഓ ഇല്ല ഞാൻ ബിസി ആയിപ്പോയി. ഞാൻ ഇങ്ങനെ മറ്റേ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പൊ ഒരു കാര്യം നമുക്ക് ഇരിക്കാം, അങ്ങോട്ട് ഇരിക്കാം. എല്ലാരും പിടിച്ചിരുത്ത്, എന്നിട്ട് നടുക്ക് നീയും കയറി. അല്ല നിങ്ങള് ഭയങ്കര ക്ലോസ് തിക് ഫ്രണ്ട്സ് അല്ലേ, ചങ്ക് ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ വാ നമുക്ക് അങ്ങോട്ട് ഇരുന്നല്ലോ. നീ അങ്ങോട്ട് പോന്ന് പറഞ്ഞിട്ട് പോയില്ലായിരുന്നോ? അല്ല ഇവള് വീണ്ടും വന്നോ? അല്ല മോള് വന്നോന്ന് ചോദിച്ചതാ. ഇതേതാ പുതിയ ആള്? ഇത് പുതിയ ആളല്ല, കേശുവിന്റെ പഴയ ആള്. പഴയ ആളോ? പഴയ ഫ്രണ്ടമ്മ. മോളെ നീ ഇങ്ങോട്ട് വന്നതേ നിന്റെ അച്ഛൻ സുരേഷ് ബാബു അറിഞ്ഞായിരുന്നോ? ഇല്ലില്ല, ഡാഡി ഇവിടെ ഇല്ല. അപ്പൊ ചാടിയതാണോ? അല്ലല്ല. അമ്മൂമ്മ സുരേഷ് ബാബു അല്ല, വിൻസെന്റ് ഗോമസ്. എന്തായാലും കാര്യം മനസ്സിലായല്ലോ, അത് മതി. കേശു എന്താ വല്ലാതെ നിൽക്കുന്നേ? ആ ശരിയാണല്ലോ, നിന്റെ മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കണം. എന്ത് പറ്റിയടാ? എന്തൊക്കെ കാണണം എന്റെ ദൈവമേ. എന്താ ചേച്ചി? അല്ല പഴയ ആൾക്കാരൊക്കെ കൂടെ ഇങ്ങനെ ഒന്നിക്കുവാണല്ലോ. മാളവികയും കൂടെ വരുമായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. അതാരാ മാളവിക? അറിയില്ല,
ഇവന്റെ പഴയ ഫ്രണ്ടാ. അതെനിക്കറിയാം. കേശുവിന്റെ പഴയ കമ്പനി. മെർലിൻ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. കേശുവേ, നിനക്ക് അലീനയുടെ അടുത്തൊന്നും ചോദിക്കാനില്ലടാ? ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, എപ്പോ ഒന്നൊന്ന് ചോദിച്ച്. അച്ഛനമ്മയ്ക്കൊക്കെ സുഖമുണ്ടോന്ന് ചോദിച്ച്. മോളെ, നിങ്ങൾ ബന്ധുക്കളാണോ? ആ എന്റെ കസിനാ. എന്തായാലും മോൾ ഇങ്ങോട്ട് വന്നതേ സൈമൺ തോമസ് അറിയണ്ട കേട്ടോ. അമ്മൂമ്മ, വിൻസെന്റ് ഗോമസ്. അലീനക്ക് കേശുവിന്റെ അടുത്തൊന്നും ചോദിക്കാനില്ല? പ്രത്യേകിച്ചൊന്നുമില്ല. ശിവാനി ചെന്നൈയിലല്ലേ, വിടൂ ചാറ്റ്. ചാറ്റ് ചെയ്യാറുണ്ടെന്ന് ശിവാനിയായിട്ട്. എന്നിട്ടോട് പറഞ്ഞില്ലല്ലോ. മെർലിൻ അറിയോ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അലീന കേശുവിനൊരു മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കവറ് ഇവനൊരു ബുക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കും കൂടെ അവന്റെ അടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടത്. അതിനകത്തില്ലടാ. ഇല്ല, ആ ബുക്ക് ഞാൻ കത്തിച്ചു കളഞ്ഞു മെർലിൻ. അല്ല, കത്തിപ്പോയി. തീ പിടിച്ചപ്പോഴേ കത്തിപ്പോയി. തീ പിടിച്ചപ്പോ കത്തിപ്പോയിരുന്നാ? എന്തോ നോക്കിയാടാ പറയടാ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടാളെ മാളവിക തന്ന മയിൽപ്പീല് നീ അതിന്റെ അടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തായാലും നിങ്ങൾ നിൽക്ക്, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അങ്ങനല്ല, ഞാൻ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ്. അപ്പൊ ആ സമയം മാളവി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചങ്ങണ്ട് അങ്ങനെ തന്നപ്പോ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാ. പ്രസവിക്കാൻ വെച്ചതാ. എൽപിയില് പ്രസവിക്കാൻ വെച്ചതാ. പ്രസവിക്കാൻ വെച്ചതാ. അപ്പൊ ഹരിത തന്ന മറ്റേ റോസാപ്പൂവിന്റെ ഇതോ? മെർലിൻ, മെർലിൻ, അലീന അങ്ങോട്ടിരിക്കുക. എനിക്ക് എന്റെ ചേച്ചിയായിട്ട് 2 വാക്ക് പറയണം. അമ്മായിയും വരണം. വാ. ഞാനുണ്ടോ? മെർലിൻ, നീ ഇന്നും വരണ്ടോ? അല്ല, കുഴപ്പമില്ല. നിങ്ങളവിടെ പോയിരിക്കും പ്ലീസ്. അങ്ങോട്ട്. അലിയല്ലേ അങ്ങോട്ട് ചില അവിടെ അറിയാലോ, അവിടെ കൊണ്ട് ഇരുത്ത് പാറു. വേറൊന്നും പറയല്ലേ. എന്തോന്ന്? എന്റെ പുന്നാര ചേച്ചി വാ. ഞാൻ പിന്നെ കൊടുത്തോളാം. നിനക്ക് എന്താടാ? നീ എന്തിനാ ഇത്ര കിടന്ന് ഡെസ്പാവണേ? നീ ഒന്നും ആഗ്രഹിച്ചപ്പോ ദൈവം നിനക്ക് 2 എണ്ണം തന്ന്. ഒന്നങ്ങോട്ട് തന്നോണ്ടല്ല ഞാൻ. അവരെന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നെങ്കിൽ ആ കാര്യത്തെ കൂടെ സംസാരിക്കണം. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന മുട്ടായി, മറ്റവിടെ നിന്ന മയിൽപ്പീലി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തിനാണ് പറയാൻ പോയത്? ഞാനതൊരു ഫ്ലോയിൽ പറഞ്ഞതല്ലേ. ഫ്ലോയിലല്ല, 2 എണ്ണം കൂടെ പ്ലാൻ ചെയ്ത് എനിക്കിട്ട് വെച്ചാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എടാ നിനക്ക് എന്താടാ, അവര് കസിൻസ് ആണ്. മെർലിനും അലീനെ അവര് തമ്മിൽ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകും. ഒന്നും നീ എന്തിനാ ആവശ്യത്തിൽ ടെൻഷൻ അടിക്കുന്നേ? അവരിതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഡിസ്കസ് ചെയ്യും. ഫ്രണ്ട്സ് ആണെങ്കിൽ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യൂല. ഇത് കസിൻസ് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യും. മെർലിനുമായിട്ടൊന്ന് സെറ്റായി വന്നായിരുന്നു. അതിന്റെ ഇടയിൽ ധൂമകേതുമായിട്ട് എവള് വന്ന് കയറുമെന്ന് ഞാൻ കണ്ട. എന്തായാലും നല്ല കാര്യല്ലേ, കുറെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ നിനക്കവളെ കാണാൻ പറ്റിയില്ലേ, നീ സന്തോഷിക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം നിനക്ക് ഇനിയിപ്പോ ടെൻഷൻ ആണെങ്കിൽ ഞാൻ ഡയറക്റ്റ് മെറിനോട് പോയി ചോദിക്കാടാ. എന്തെങ്കിലും പൊസസീവ് അങ്ങനത്തെ വല്ല ഇഷ്യൂ ഒക്കെ ഉണ്ടോന്ന്. എന്ത് എല്ലാ കാര്യത്തിലും ഈ കാര്യത്തിൽ നിന്റെ ഡൗട്ട് ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. ഇതെന്താ ഞങ്ങൾ 2 അകത്തിരുത്തിയിട്ട് നിങ്ങൾ ചേച്ചി അനിയനും കൂടി ഭയങ്കര ചർച്ച? മെർലിനെ, കേശുവിനൊരു ഡൗട്ട് പറയട്ടെ. അലീന ഞാൻ പറയട്ടെ? മെർലിൻ, കേശുവിനെ പണ്ടേ മണ്ടനാണല്ലോ. അതെനിക്ക് പരിചയപ്പെട്ടപ്പോഴേ മനസ്സിലായതാ. സ്കൂളിലും മണ്ടത്തരം തന്നെയാ സെറ്റ് അല്ലേ? താങ്ക് യു. സ്കൂളിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ. എന്താടാ പറ. കേശുവിന്റെ 3ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. 7ാം ക്ലാസ് വരെയുള്ള ടൈം പീരീഡ് ഉണ്ടല്ലോ. ആ സമയത്ത് കേശുവിന്റെ കുട്ടി ക്രഷായിരുന്നു ഈ അലീന. കണ്ടിട്ട് അവ കുഴപ്പമൊന്നുമില്ല. ശരിക്കും? പക്ഷെ ആ സമയത്ത് ഈ സ്നേഹം ക്രഷ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അവൻ കുറെ നേരം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനും ഐ ലവ് യു പറഞ്ഞു. എന്നിട്ട് സ്നേഹം കൂടി അല്ലേടാ. അവൻ കുറെ മിഠായി എന്താണെന്ന് അറിയാമോ? അല്ലേ, ഓർമ്മണ്ട? കുറച്ച് മിഠായാ. എന്തായാലും അലീനനെ കണ്ടതിന് ശേഷം കേശു ഭയങ്കര ഹാപ്പിയാണ്. അലീന ഇവിടുന്ന് വീട് മാറി പോയില്ലായിരുന്നെങ്കിലേ മെർലിന്റെ സ്ഥാനത്ത് ഇപ്പൊ അലീനയായിരുന്നു. എന്തായാലും കേശുവേ, സെയിം ഫാമിലിന്ന് തന്നെ ഒരാളെ കിട്ടിയല്ലോ. യു എൻജോയ്. ഞാൻ എന്തായാലും അവിടെ കാണും കേട്ടാ. അലീന ഒന്നാമത്തേക്ക് ശരി ചേച്ചിയുടെ കൂടെ ഞാനിപ്പോ വരാം. നീ എന്താടാ ചിരിക്കുന്നേ? എന്താ ചിരിക്കുന്നേ? എല്ലാരും ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി, മെർലി ഹാപ്പി, അലീന ഹാപ്പി. ഞാൻ അത്ര ഹാപ്പി അല്ല. എല്ലാ കാര്യം പറഞ്ഞപ്പോ നീ അലീനയുടെ കാര്യം എന്താടാ പറയാഞ്ഞേ? അലീനയുടെ കാര്യം എന്താ പറയാഞ്ഞെന്ന്?
അയ്യോ ഒന്നുമില്ല, ചെറുതില്ല. ഞാൻ പപ്പല്ലേ 3-ാം ക്ലാസ് 7-ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നല്ലേ? 7ാം ക്ലാസ് എന്ന് പറഞ്ഞ ഒന്നും ഇല്ലല്ലോ. ഹൈസ്കൂൾ അങ്ങോട്ട് കേറിയതല്ലേ ഉള്ളൂ. സിമ്പിൾ മാറ്റർ അല്ലേ? ശരി. അല്ല, മാളവിക ആരാ? മാളവിക ശ്രദ്ധിച്ചല്ലേ? മാളവിക ആരാ? ആരാ? ആരോ അലീന എന്റെ കസിൻ ആയതുകൊണ്ടും ബാംഗ്ലൂരിൽ നിന്ന് അവൾ വെക്കേഷൻ ഇങ്ങോട്ട് വന്നുകൊണ്ടും ഇതൊക്കെ ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഇനിയിപ്പോ അലീന നിന്റെ നമ്പർ ചോദിക്കും, നീ നമ്പർ കൊടുക്കും. മഹാ എന്താല്ലേ? സത്യമായിട്ട് കൊടുക്കൂല. ചോദിച്ചാലും ഞാൻ കൊടുക്കൂല. ഇല്ലെന്ന് പറയും. നമ്പർ ഇല്ലെന്ന് പറയും. ഞാൻ നമ്പർ എങ്ങാനും കൊടുത്തു ഞാൻ അറിഞ്ഞ ഇളം കേശു എന്റെ തലയാ നല്ല പൊളിക്കും. ഇല്ല, ഞാൻ കൊടുക്കൂലല്ലോ. എന്തിനു കൊടുക്കണല്ലേ? മെല്ലും ചെല്ല്, ചെന്ന് അവിടെ ചെന്ന് ഇരി, ചെല്ല്. അലീനായിട്ട് സംസാരിച്ചോണ്ടിരി. അപ്പം ഫാമിലി ഫുള്ളും ബിസിനസ് ഫാമിലി ആണല്ലേ? ആ, ഞങ്ങളുടെ ഒരു അങ്കിൾ അവിടെ ബാംഗ്ലൂർ ടൈൽസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാ. ഞങ്ങളുടെ ഒരു ഏജൻസി അവിടെയാ. ഓ അടിപൊളി. അതെ, എല്ലാരും ചായ കുടിച്ചിട്ടേ പോകാവൂ. ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, അമ്മുമ്മ സ്പെഷ്യൽ ഉണ്ടാക്കൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാളാനേ ചാൻസ് ഉള്ളൂ. അയ്യോടി, എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലേ അതെല്ലാരും പിന്നെയും ചോദിച്ചോണ്ടിരിക്കും. ആ, അതുപോലെ തന്നെ അമ്മ നമ്മളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. എല്ലാം അമ്മ തന്നെ ചെയ്യും അല്ലേ അമ്മ? അയ്യോ ഗൗരി മോളെ, എന്നെ ഒരുപാട് അങ്ങ് പൊക്കി അങ്ങ് മേളിൽ കൊണ്ടുപോകല്ലേ. എന്തായാലും നിങ്ങൾ ഇരിക്കുമല്ലേ, എനിക്ക് അപ്പുറത്ത് കുറച്ച് പണികളുണ്ട്. കേശു എവിടെ? കേശു, ഓ, അലീനെ വിളിച്ചായിരുന്നോ? ആ, അപ്പൊ ഫ്രീ ആവുമ്പോ എല്ലാവരും ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കേ വാ. ബാംഗ്ലൂരാ? പിന്നെ എന്താ, നമുക്ക് പോവാൻ വെച്ചു. എനിക്കാണെങ്കിൽ അവിടെ കുറെ ടീംസും ഉണ്ട്. ഞാൻ റെഡിയാ, നീ റെഡി അല്ലേടാ? കേശു ബാംഗ്ലൂർ വരില്ലേ? ബെസ്റ്റ്. ചേച്ചി വിളിച്ച കേശുന് പറന്നങ്ങെത്തും. ആ കേശു, നമ്പർ ഫോൺ നമ്പർ നമ്പര് ചേച്ചി, നമ്പർ കൊടു ചേച്ചി. നമ്പർ കൊടു. നിന്റെ നമ്പറല്ലേ ചോദിച്ചു, അതിന് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ട് എന്താ കാര്യം? നമ്പർ അല്ലോ ചോദിച്ചോടാ. നമ്പര് അമ്മായി നമ്പർ ഇവിടെ. എന്റെ നമ്പർ എന്തിന്? നിന്റെ നമ്പറല്ലേ ചോദിച്ചു, നിന്റെ നമ്പർ കൊടു. എന്ത് ചാടാ കേശു, ഒരു നമ്പർ അല്ലേ ചോദിച്ചേ? കേശുന് തരാണെങ്കിൽ നമ്പർ തരണ്ട. ഞാനിവിടെ വന്നത് തെറ്റായി പോയി. വാ പോവാ. അയ്യേ, എന്തോന്നടാ ഇത്. കേശു നമ്പർ കൊടുറാ. കൊടുക്കടാ നമ്പർ. ഫോൺ എടു. സേവ് ചെയ്തിട്ടുണ്ട്, പിടി. നേരത്തെ പുറത്ത് വെച്ചേ അലീന നമ്പർ ചോദിച്ചാലും കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ കണ്ടില്ലേ? അതെന്താ കേശു? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലേ. നീ എന്തിനാണാവോ തമാശക്ക് അങ്ങനെയൊക്കെ പറയാൻ പോണ? ഒരു നമ്പറിന്റെ കാര്യമില്ലേ, കൊടുക്കണം. അല്ലെങ്കിൽ കേശുവിന് എല്ലാത്തിനും ഒരു കള്ളത്തിനുണ്ടല്ലോ. താനോട് എന്നോട് നേരത്തെ പറഞ്ഞത് നമ്പർ ചോദിച്ചാൽ കൊടുക്കരുത്. നമ്പർ ചോദിച്ചാലും കൊടുക്കില്ലെന്ന് താനല്ലേ പറഞ്ഞേ? അല്ല, നമ്പർ കൊടുത്ത എന്താ പ്രശ്നം? ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ? നിങ്ങൾ അങ്ങനെ സംസാരിക്കണ്ട. അതെന്താ? കൊറേ നാള് രണ്ടുപേരോട് സംസാരിച്ച് നടന്നല്ലേ, അത് ശരിയാവൂല. ഞങ്ങള് സംസാരിച്ച എന്താ പ്രശ്നം? നീ വന്നേ വീട്ടിൽ പോ. ഞാൻ അങ്ങനെ പോവൂല. ഞങ്ങള് സംസാരിച്ച എന്താ പ്രശ്നം? പണ്ട് സംസാരിച്ച് നടന്നല്ലേ, ഇനി സംസാരിക്കണ്ടാന്ന്. അതെന്താണ്? ഇത് അവസാനം എവിടെ ചെന്ന് തീരുമെന്ന് എനിക്കറിയാം. എവിടെ തീരും? പണ്ട് കൊറേ എന്നെ കൂടെ ഒന്ന് പറയപ്പെടും. നീ വന്നേ വീട്ടിൽ പോ. നിന്നെ ഞാൻ എവിടെ കൊണ്ടുവന്ന മര്യാദന്റെ കൂടെ വന്നേ. നിന്നെ അടുക്കുന്നതിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വരണ്ട, നീ പോ. അയ്യേ, എന്തോന്നത് പിള്ളേർ, ഇതൊക്കെ മോശമാണ്. ഒരു മോശമില്ല, ഇവർ രണ്ടുപേരോട് സംസാരിച്ചാൽ ശരിയാവൂല. അതെന്ത് പ്രശ്നം? ഞങ്ങൾ സംസാരിച്ച എന്താ നിനക്ക്? എന്നൊന്ന് സംസാരിച്ച് കാണിക്കേ. കേശു, കേശു, കേശുവേ. ഓഹോ, ഇപ്പൊ നിങ്ങൾ സംസാരിച്ച് അല്ലേ? ഇനി നിങ്ങളായിട്ടായിക്കോ. എന്താന്ന് വെച്ചാ ഞാൻ പോണ്. എന്തോ എടാ, ഞാൻ മെർലിനെ പുറത്ത് ഡീൽ ചെയ്യാ, നീ അലീനയുടെ ഡീൽ ചെയ്യ്. മെർലിനെ മോളെ അലീന വാ, അമ്മായി പറയട്ടെ. ചേട്ടാ പിന്നെയും കൈവിട്ടു പോയി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.